ഞങ്ങൾ കുറേ നാളായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് പറയുന്നു. പക്ഷെ ഞങ്ങൾ തുടങ്ങിയിട്ടില്ല അല്ലേ? അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവുകയാണ്. ഞങ്ങൾ ഇപ്പോൾ എവിടെയുള്ളതെന്ന് അറിയാം. എവിടെയുള്ളത്? ശ്രീലങ്ക. കണ്ടു ഗൈസ്, ഇതാണ് ശ്രീലങ്കയിലെ ഒരു പെട്രോൾ പമ്പ്. സൈപെക്കോ എന്നുള്ളൊരു പെട്രോൾ പമ്പാണ്. യെസ്, നമുക്കിപ്പോൾ ഫ്യൂവൽ അടിച്ചതിനെ തുടങ്ങാം. നമ്മൾ ഈ ദിവസം തുടങ്ങിയതും ഫ്യൂവൽ അടിച്ചിട്ടാണ്. ഒരു എന്താണ് പാത്രത്തിൽ എന്താ ഒരു റൈസും ഒരു ചിക്കൻ അൽഫാം ലെഗ് പീസില് അൽഫാം പോലത്തെ ഒരു ചിക്കൻ, ഹണി ഗ്ലേസ്ഡ് സോസേജ് ഉണ്ടായി, പിന്നെ എന്തൊരു ചമ്മന്തി ഉണ്ടായി. ചെമ്മീൻ ചമ്മന്തി ആയിരുന്നു. ഉണക്ക ചെമ്മീൻ്റെ ഒരു ഇതുണ്ടായി, ടേസ്റ്റ് ഉണ്ടായി. പുൾസൈ ആണെങ്കിൽ അത് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ. ഞങ്ങളിപ്പോൾ എവിടെ പോയിക്കൊണ്ടിരിക്കണത്? ഞങ്ങളിപ്പോൾ കൊളംബോയിൽ നിന്ന് എവിടെ പോയിക്കൊണ്ടിരിക്കണം? കാൻഡി എന്ന സ്ഥലത്തിലാണ്. മിഠായിലട്ടാ. ഞങ്ങൾ എലിഫന്റ് ഓർഫനേജിലോട്ടാണ് പോകുന്നത്. അതെ, അപ്പം ഇന്നത്തെ അജണ്ട എന്ന് വെച്ചാൽ കാൻഡി, ഒരു സിറ്റി ടൂറ്, പിന്നെ ഓർഫനേജ്. ഇപ്പോൾ ഇവള് പറഞ്ഞാൽ അതാണുള്ളത്. ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ്. അതുകൊണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അത് വേറെ കാര്യം. 1 year ആയി ഗൈസ്, 1 year. താങ്ക് യു. എലിഫന്റ് ടൂർ, പിന്നെ സിറ്റി ടൂർ, അങ്ങനെ അജണ്ടയിലുള്ളത്. ഈ കൊളംബോ വന്ന് നമുക്ക് ഈ ക്യാൻറ്റീനിലോട്ട് 3.5 മണിക്കൂർ, ഏകദേശം ഒരു 3.5-4 മണിക്കൂറുണ്ട്. അപ്പോൾ ഇറങ്ങിയിട്ട് ഇപ്പോൾ 10:30 ഇറങ്ങിയത്, ഇപ്പോൾ സമയം 12:30. അപ്പോൾ നെക്സ്റ്റ് ഒരു 45-30 മിനിറ്റ്സിൽ എത്തുമായിരിക്കാം. ചെക്കൻ സൂപ്പറാണ്. ഡ്രൈവറായിട്ട് 4 ദിവസമുണ്ട്. 19th വരെ ഉണ്ട്, ഓരോ ദിവസവും ഓരോ സ്ഥലം. അപ്പോൾ അങ്ങനെയാണ് കേസ്. ഇപ്പോൾ ഡ്രൈവറായിട്ട് പൊളിയാണ്, സൂപ്പറാണ്, സെറ്റ്. ബാക്കി പിന്നെ കാണിച്ചു തരാം. ഇവിടുത്തെ സ്ഥലം ഏകദേശം നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ തന്നെ. പച്ചപ്പും ഹരിതവും, ആൾക്കാരെ കാണാനാണെങ്കിലും ക്ലൈമറ്റും ഏകദേശം നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. ഞങ്ങളപ്പോൾ ഞങ്ങളുടെ യാത്ര തുടങ്ങിയത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നായിരുന്നു. ഞങ്ങൾക്ക് അവിടെ വൈകുന്നേരം 6:30 ഫ്ലൈറ്റ്. ഞങ്ങൾക്ക് കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആയിരുന്നു. ചെന്നൈയിൽ നിന്നായിരുന്നു ഞങ്ങൾക്ക് ശ്രീലങ്കയിലോട്ടുള്ള ഫ്ലൈറ്റ്. ഞങ്ങളപ്പോൾ ഒരു 7:30 ആയപ്പോൾ ചെന്നൈ എയർപോർട്ട് എത്തി. ഞങ്ങൾക്ക് ചെന്നൈയിൽ നിന്ന് ശ്രീലങ്കയിലോട്ടുള്ള ഫ്ലൈറ്റ് ഏർലി മോർണിംഗ് 1 o'clock അപ്പോൾ ഞങ്ങൾക്ക് ചെന്നൈ എയർപോർട്ടിൽ കുറച്ച് സമയം പോസ്റ്റായി ഞങ്ങൾ ഇരുന്ന് അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്ന് ഞങ്ങൾ അവിടെ നിന്ന് 1 മണിക്ക് ഫ്ലൈറ്റ് കയറി. ഒരു 2:30 ആയപ്പോൾ ഞങ്ങൾ കൊളംബോ എയർപോർട്ട് എത്തി. ഞങ്ങളുടെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു, പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടൻ എയർപോർട്ടിൻ്റെ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായി. ഞങ്ങൾ ചേട്ടനെ കോൺടാക്റ്റ് ചെയ്തു. ഞങ്ങളുടെ യാത്ര തുടങ്ങി. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടെന്ന് വെച്ചാൽ രാത്രി 2:30 അവിടെ എത്തിയേ. അപ്പോൾ ഒരു ഷോർട്ട് സ്റ്റേ ഉണ്ടായിരുന്നു പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിട്ട്. അപ്പോൾ നമ്മുടെ യാത്ര ശരിക്കും അവിടെയുള്ള യാത്ര തുടങ്ങുന്നത് രാവിലെ 9 മണിക്കാണ്. അപ്പോൾ അത്രയും നേരം നമുക്ക് ജസ്റ്റ് ഒരു ഷോർട്ട് സ്റ്റേ ആയിട്ടൊരു സ്ഥലത്ത് ഒരു റൂം നമുക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൂറിസ്റ്റുകാർ. അപ്പോൾ അങ്ങോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത പ്രോപ്പർട്ടി. അത്യാവശ്യം നല്ല പ്രോപ്പർട്ടിയാണ് കേട്ടോ. പിന്നെ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത റൂം. അത്യാവശ്യം നല്ല സ്റ്റേ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ വന്ന ബസ് കണ്ടില്ലേ, നമ്മുടെ പഴയ ബസ്. അപ്പോൾ ഇതാണ് ഇപ്പോഴും അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്, ലൈലാൻഡ്. പിന്നെ ഇത് സൈക്കിൾ റേസാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അവിടെ സിൻഹള ന്യൂരായിരുന്നു നമ്മൾ ചെന്ന ടൈമിൽ, April 15, 19 ആ ദിവസങ്ങളിൽ ഇങ്ങനത്തെ റേസും സ്പോർട്സ് ആക്ടിവിറ്റീസും എല്ലാം നടക്കുന്ന ഒരു ടൈമാണ്. ബ്ലോക്കൊക്കെ നമ്മുടെ നാട്ടിൽ പോലെ തന്നെ. പോലീസ് പിടിച്ചു ഗൈസ്. എന്തോ ലൈറ്റിൻ്റെ സീനാന്ന് പറയണ്ടേ. സംസാരിക്കണെന്തോ അപ്പൂപ്പനാണ്, പോലീസുകാരെ അപ്പൂപ്പനാണ്. തിന്നിട്ടെങ്കിൽ ജാമ്പൊക്കെ വേറൊരു സ്പെഷ്യൽ മനുഷ്യൻ നമ്മുടെ കാറിൽ ഹെലികോപ്റ്റർ ഉണ്ട്. യെസ് ഗൈസ്, അപ്പോൾ ഞങ്ങൾ
ഹായ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോൾ എലിഫന്റ് ഓർഫനേജിലാണ്. ഇതാണ് ലക്ഷ്മിക്കുട്ടീനെ കുളിച്ച് വേറൊരു പൂജക്കുട്ടിയുടെ മേത്തെ നമ്മൾ റൈഡ് ചെയ്ത് അതിൻ്റെ വീഡിയോ വേറെ ഉണ്ട്. ശ്വാസം വലിക്കുന്നുണ്ടോ? കാമായിട്ടാണ് പെണ്ണ് നടക്കുന്നത്. ഇവളുടെ മോളാണ് ഞങ്ങൾ റൈഡ് ചെയ്ത ആൾ. Okay, today I have 40 people. Not sleeping, it's just relaxing. This is how they sleep during the night time. അപ്പോൾ ഞങ്ങൾ എലിഫന്റ് ഓർഫനേജിൽ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി സിറ്റി ടൂറിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ശ്രീലങ്കൻ ഫോക്ക് ഡാൻസ് കാണാൻ പോണേണ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ശ്രീലങ്കൻ ഫോക്ക് ഡാൻസിൻ്റെ വീഡിയോസ് കാണാം.
ഫോക്ക് ഡാൻസും ഫയർ ഡാൻസൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഡ്രൈവർ ചേട്ടന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ ഞങ്ങൾ അവിടെ തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് ചേട്ടൻ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഹോട്ടലിലോട്ടാണ് പോയത്. അപ്പോൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ അവിടെ നിന്ന്. അപ്പോൾ ഇതാണ് വ്യൂ ഹോട്ടൽ എന്നുള്ള കേട്ടോ. അപ്പോൾ നല്ലൊരു കോസി ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് ഫ്രഷനപ്പ് ഒക്കെ ആയിട്ട് നേരെ സ്ട്രീറ്റിലോട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി. അപ്പോൾ അധികം ചാർജ് ഫോൺ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അധികം ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങളന്ന് ഡിന്നർ കഴിച്ചത് ഞങ്ങളന്ന് സ്റ്റേ ചെയ്ത ഹോട്ടലിൽ നിന്ന് തന്നെയായിരുന്നു. റൈസ് ആൻഡ് കറിയും പിന്നെ ഒരു വൈറ്റ് സോസ് പാസ്തയും ഞങ്ങൾ ഓർഡർ ചെയ്തത്. രണ്ടും അത്യാവശ്യം നല്ലതായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഡേ 1 ശ്രീലങ്കയിൽ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക് യു ഗൈസ്. Bye.